AKG സെന്റർ ആക്രമണ കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ ഷാജഹാന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് കോടതി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. പോലീസ് കസ്റ്റഡി അവസാനിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പ്രതി കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് ജാമ്യ ഹർജിയിൽ വാദം നടന്നത്. AKG സെന്ററിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സുഹൈൽ ഷാജഹാൻ ആണെന്നാണ് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ കണ്ടെത്തൽ. പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും ജാമ്യം നൽകിയാൽ വീണ്ടും രാജ്യം വിടാൻ സാധ്യതയുണ്ടെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. പക്ഷേ കേസ് അന്വേഷണവുമായി താൻ പൂർണ്ണമായും സഹകരിക്കുമെന്നും ക്രൈംബ്രാഞ്ച് നേരത്തെ ആവശ്യപ്പെടാത്തതുകൊണ്ടാണ് ഇതിനു മുൻപ് ഹാജരാകാത്തതെന്നും വിദേശത്തേക്ക് പോയതെന്നുമാണ് പ്രതിയുടെ വാദം. AKG സെന്റർ ആക്രമണം നടക്കുമ്പോൾ സൂത്രധാരനായ സുഹൈൽ ഷാജഹാൻ നഗരത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. സുഹൈൽ ഷാജഹാനെ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം പല സ്ഥലങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കഴക്കൂട്ടം, വെൺപാലവട്ടം എന്നിവിടങ്ങളിലായിരുന്നു തെളിവെടുപ്പ്. ആക്രമണം നടന്ന ദിവസം രാത്രി ഇയാൾ സഞ്ചരിച്ച വഴികളിലൂടെയായിരുന്നു പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. അതേസമയം AKG സെന്റർ ആക്രമണ കേസിൽ കൂടുതൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട്. സ്ഫോടക വസ്തു എറിയാൻ നിർദ്ദേശിച്ച സുഹൈൽ ഷാജഹാന് ഉന്നത നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് അന്വേഷണം വ്യാപിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്. KPCC അധ്യക്ഷൻ K സുധാകരന്റെ അടുത്ത അനുയായിയാണ് AKG സെന്റർ ആക്രമണ കേസ് പ്രതിയായ സുഹൈൽ ഷാജഹാൻ. അതുകൊണ്ട് തന്നെ K സുധാകരനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാണ്. കേസിന്റെ തുടക്കം മുതലേ കോൺഗ്രസിന് പങ്കുണ്ടെന്ന തരത്തിൽ ഇടതുപക്ഷം ആരോപിച്ചപ്പോൾ യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ നേതാക്കൾ ഇപ്പോൾ മറുപടിയില്ലാതിരിക്കുകയാണ്. അതേസമയം പിടിയിലായത് KPCC അധ്യക്ഷൻ K സുധാകരന്റെ അടുത്ത അനുയായി ആയതുകൊണ്ട് തന്നെ സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് ഇനിയും അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ടതുണ്ട്. ഈ സംഭവത്തോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. K സുധാകരന് ഈ സംഭവത്തിൽ പങ്കുണ്ടോ എന്ന ചോദ്യവും പല ഭാഗത്തുനിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. തീർച്ചയായും സുധാകരൻ ഈ സംഭവത്തിൽ ബന്ധമുണ്ടോയെന്നും അന്വേഷണം നടക്കുന്നതാണ്. മാത്രമല്ല, പ്രതി ഒളിവിൽ പോയതിലും പോകാൻ സഹായിച്ചതിലും ഉന്നത നേതാക്കൾ ഇടപെടൽ നടത്തിയിട്ടുണ്ടോയെന്നും പരിശോധിക്കുന്നതാണ്. എന്തായാലും കേരളത്തിൽ ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ സംഭവത്തിലാണ് കോൺഗ്രസിന് തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നത്. 2 വർഷം പിന്നിട്ട AKG സെന്റർ ആക്രമണ കേസ് സുഹൈൽ ഷാജഹാന്റെ അറസ്റ്റോടെ വീണ്ടും ചൂടുപിടിച്ചിരുന്നു. KPCC ഓഫീസിലും വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ MP ഓഫീസിലുമുണ്ടായ SFI ആക്രമണത്തിന് പകരം വീട്ടുകയായിരുന്നു ലക്ഷ്യം. സുഹൈൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവായ ജിതിൻ സ്ഫോടക വസ്തു എറിഞ്ഞതെന്നും ക്രൈംബ്രാഞ്ച് പറഞ്ഞിരുന്നു. AKG സെന്റർ ആക്രമണ കേസിൽ ഒളിവിലായിരുന്ന 2-ാം പ്രതിയാണ് സുഹൈൽ. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറിയായ സുഹൈൽ ഷാജഹാനെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്നായിരുന്നു പിടികൂടിയത്. കഴിഞ്ഞ 2 വർഷമായി വിദേശത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു സുഹൈൽ. AKG സെന്റർ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സുഹൈലാണെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സംഭവത്തിന് ശേഷം ഇയാൾ വിദേശത്തേക്ക് കടന്നു കളയുകയായിരുന്നു. ഇയാൾക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. അന്ന് ആക്രമണത്തിന് ഉപയോഗിച്ച സ്കൂട്ടർ സുഹൈലിന്റെ ഡ്രൈവറായ സുധീഷിൻ്റെതാണെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചിരുന്നു. എന്നാൽ അപ്പോഴേക്കും ഇരുവരും വിദേശത്തേക്ക് കടക്കുകയായിരുന്നു. തുടർന്ന് വിദേശത്തുള്ള സുഹൈൽ ഷാജഹാനെയും സുധീഷിനെയും പിടികൂടാൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറത്തിറക്കിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനുശേഷമാണ് പോലീസ് ബ്ലൂ കോർണർ നോട്ടീസ് ഉൾപ്പെടെ പുറത്തിറക്കിയത്. 2022 ജൂലൈ 1-നാണ് AKG സെന്ററിന് നേരെ ആക്രമണം നടന്നത്. AKG സെന്ററിന് നേർക്ക് സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. എറിഞ്ഞയാളെ കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നതോടെ ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്തിരുന്നു. AKG സെന്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞത് വൻ പോലീസ് വീഴ്ചയാണെന്നായിരുന്നു പ്രാഥമിക നിഗമനം. മുതിർന്ന CPM നേതാക്കളും ഇതേ കാര്യം വ്യക്തമാക്കിയിരുന്നു. ആക്രമണം ആസൂത്രിതമാണെന്ന് അന്ന് തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നു.